തോപ്പുംപടി ജെറോം ലൈനിൽ വെള്ളക്കെട്ട് പ്രശ്നം രൂക്ഷം. പരാതികൾ നൽകിയിട്ടും നടപടിയൊന്നും തന്നെ ഉണ്ടായില്ല എന്നും പ്രദേശവാസികൾ. വീടുകളിൽ വെള്ളം കയറുന്നതും ആരോഗ്യ പ്രശ്നങ്ങളും മൂലം പ്രദേശവാസികളിൽ ഒരാൾ സ്വന്തം ചെലവിൽ കാന ശുദ്ധീകരിക്കുന്ന കാഴ്ചയാണ് മെട്രോ 7 ന്യൂസ് കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. പൊറുതിമുട്ടിയിട്ടാണ് പ്രദേശവാസികളിൽ ഒരാൾ ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുത്തത്. തന്റെ വീട്ടിലും വഴിയിലും വെള്ളം കെട്ടി നിൽക്കുന്നത് കൊണ്ടുണ്ടായ പ്രശ്നത്തിന് പരിഹാരമാകുവാൻ വേണ്ടി ഒരുപാട് നടന്നിട്ടും ഫലം കാണാത്തതിനാലാണ് ഇത്തരം ഒരു പ്രവൃത്തിയിലേക്ക് കടക്കേണ്ടി വന്നതെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. ഞാനും എന്റെ സുഹൃത്ത് ഈ ബിൽഡിങ്ങിന്റെ ഓണറും കൂടി ചെയ്യണം. ഞങ്ങൾ കാശിട്ടിട്ട് ചെയ്യണം രണ്ടുപേരും കൂടി. ഇതിപ്പോ കോർപ്പറേഷൻ പറഞ്ഞത് ഇതിന്റെ ബ്ലോക്ക് ഉണ്ടാകണത് എങ്ങനെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് വേണം ചെയ്യാമെന്നാണ്. അതിനിപ്പോ വരെ കബഡിയൊക്കെ നിർത്തേണ്ടി വരും, എവിടെയാണ് ബ്ലോക്ക് എന്ന് അറിയാനായിട്ട്. കോർപ്പറേഷൻ അതാണ് പറഞ്ഞത്, ബ്ലോക്ക് എവിടെയാണെന്ന് അറിയാൻ പാടില്ലെന്ന് അവർക്ക്. അപ്പൊ അത് കണ്ടുപിടിച്ച് വരുമ്പോ ഏതാണ്ട് ഞങ്ങളൊക്കെ ചാകും വെള്ളത്തിൽ കൂടെ നീന്തിയിട്ട്. അപ്പോഴായിരിക്കും ഇത് കണ്ടുപിടിച്ച് വരുന്നത്. ഇവിടുത്തെ ഒരു അയൽവാസി തന്നെയാണ് പറഞ്ഞത്. ഞാൻ കേട്ടത് മനസ്സിലായ. ഞങ്ങൾ അനുഭവിക്കുന്ന ദുരിതമില്ല. വെള്ളക്കെട്ടെന്ന് പറയുമ്പോ എന്റെ ഇത്രയും വെള്ളമായിരുന്നു ഞാൻ ഈ കഴിഞ്ഞ മഴക്ക്. ഇങ്ങനെ ചെയ്യുന്നതിൽ എന്തെങ്കിലും നിയമക്കുരുക്കുണ്ടോ എന്ന് പോലും ചിന്തിക്കുവാനുള്ള മാനസികാവസ്ഥയിൽ അല്ല ഈ പ്രദേശവാസികൾ. എത്രയും പെട്ടെന്ന് തങ്ങളുടെ പ്രശ്നത്തിനൊരു പരിഹാരം ആകണമെന്ന് മാത്രമാണ് അവരുടെ ചിന്ത. ഈ കടന്റെ ഉടമസ്ഥന്റെ വീടാണിത്. അവരൊഴിഞ്ഞു പോയി, ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോയി. പക്ഷേ അത് സാമാനം പിറക്കില്ല, അതും മാത്രം കൊണ്ടുപോകാനുള്ളൂ. അവര് പോയി, അവര് പറഞ്ഞു വേണ്ട ഞങ്ങൾക്ക്, പിന്നെ അഡ്വാൻസ് കാശ് തന്നില്ലും വേണ്ടില്ല, ഞങ്ങൾ പോയെന്ന് പറഞ്ഞ് പോയി. ആളുകൾ ചത്തുപോകില്ലേ? വീണ്ടും ഒരു മഴ വന്നാൽ വീടുകളുടെയും വഴിയുടെയും അവസ്ഥ ദുരിതപൂർണമാകുമെന്ന് ഉറപ്പാണ്. അതിനൊരു താൽക്കാലിക പരിഹാരം മാത്രമാണ് ഈ കാന ശുചീകരണത്തിലൂടെ അവർ കാണുന്നത്. പരിഹരിക്കണ മാർഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ബ്ലോക്ക് എന്ന് ഇതുവരെ നോക്കിയിട്ട് കണ്ടെത്തിയിട്ടില്ല. ആ ബ്ലോക്ക് കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് ഇതിന്റെ വെള്ളം പോകാനുള്ള ശാശ്വത പരിഹാരം കാണാൻ പറ്റുള്ളൂ. അത് ആ ജംഗ്ഷനിലെ ആ ഒരു കൽവെട്ട് ഉണ്ട്, ആ കൽവെട്ട് കുത്തിപ്പൊളിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ഇവിടുത്തെ വെള്ളക്കെട്ട് പൂർണ്ണമായിട്ടും മാറിയുള്ളൂ. ഇവിടെ ഒന്നല്ല, ഈ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മുതൽ ഈ ജംഗ്ഷൻ വരെ എല്ലായിടത്തും ആ കൽവെട്ട് പണിതാൽ മാത്രമേ വെള്ളക്കെട്ട് പൂർണ്ണമായിട്ട് മാറുള്ളൂ. അത് MLA അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മുന്നോട്ടുള്ള അതിൽ ചെയ്യുമെന്നാണ് പറഞ്ഞത്. പിന്നെ ഇതായിട്ടില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഇലക്ഷൻ ആയതുകൊണ്ടായിരിക്കാം. അപ്പൊ അതിനുള്ള നടപടികൾ നീരിക്കുമെന്ന് പറഞ്ഞേക്കുന്നത്. മെട്രോ 7 ന്യൂസ് കൊച്ചി. ഒരു ടീഷർട്ട് വെറും 140 രൂപയല്ലേ 3 ജീൻസിന് വെറും 999 രൂപയല്ലേ ഉള്ളൂ. ഷോർട്സ് 99 രൂപ, സ്ലിപ്പർ 99 രൂപ, 2 ഷർട്ടിന് വെറും 740 രൂപയുള്ളൂ. ഏറ്റവും പുതിയ ചുരിദാർ സെറ്റുകൾ അഫോർഡബിൾ പ്രൈസ്. അങ്ങനെ സോൾട്ട് ഫാഷനിൽ എല്ലാ ഓഫറാണ്. സോൾട്ട് ഫാഷൻ.